ഷേഖ് ഹസീനയെ പുറത്താക്കി ബംഗ്ലാദേശിൽ ഒരു വസന്തം കൊണ്ടുവരാനാണ് അവിടെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭകർ ശ്രമിച്ചത്. ഷേഖ് ഹസീനയെ പുറത്താക്കാനുള്ള പ്രശ്നം ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ അതൊരു ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി ഷേഖ് ഹസീനയെ നാട് കടത്തിയ ശേഷം മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന നോബൽ സമ്മാന ജേതാവിനെ അവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഭീകരവാദി അവിടെ വെടിയേറ്റ് മരിച്ചത്. ഷരീഫ് ഉസ്മാൻ ഹാദി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. ഇയാൾ വെടിയേറ്റ് മരണപ്പെട്ട ശേഷം ഇയാളുടെ മയ്യത്ത് നിസ്കാരത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു. അതിനുശേഷം ഇപ്പോൾ ഇവരെല്ലാം കൂടെ തിരിഞ്ഞിരിക്കുന്നത് യൂനസിനെതിരെയാണ്. യൂനസിന് ഇപ്പോൾ അവർ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ബംഗ്ലാദേശിലെ ഇൻഗുലാബ് ഫോറങ്ങളുടെ സ്ഥാപകൻ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം ശനിയാഴ്ച വൈകുന്നേരം ദേശീയ കവി ഖാസി നസ്രുൽ ഇസ്ലാമിന്റെ ശവകുടീരത്തിന് സമീപം അന്ത്യാഭിലാഷ പ്രകാരം സംസ്കരിച്ചതിന് ശേഷം ഹാദി സ്ഥാപിച്ച ഇൻഗുലാബ് ഫോറങ്ങളുടെ അംഗങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളും മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഒരു അന്ത്യശാസനം നൽകി. ഹാദിയുടെ കൊലയാളികളെ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ പോലും പ്രതിഷേധങ്ങൾ നേരിട്ട ആക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ജൂതന്മാർ എന്നിവർക്കെതിരെയായിട്ടുള്ള അവർക്കെതിരെയും ആക്രമണം ലക്ഷ്യമിടുന്നുണ്ട്. ഹിന്ദുക്കളെയാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്. അതാണ് മതമൗലികവാദികളുടെ പാരമ്പര്യം. പോലീസോ മറ്റ് സുരക്ഷാ സേനകളോ എത്രത്തോളം സംരക്ഷണം നൽകുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും രാജ്യത്ത് താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് യാതൊരുവിധ ബോധ്യവുമില്ല. അവർ ആശങ്കാകുലരാണ്. ചുരുക്കത്തിൽ ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു സർക്കാരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തീവ്രവാദികളാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ബംഗ്ലാദേശ് സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദികൾ മാത്രമാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത് എന്ന രീതിയിലുള്ള തോന്നലാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വരുന്നത്. മുഹമ്മദ് യൂനിസ് സർക്കാർ ശക്തിയില്ലാത്തവരായി മാറിയിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ രാജ്യം വിടുന്നു. വലിയ വ്യവസായ സമുച്ചയങ്ങൾ കൂടുതലും ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. എന്നാൽ അതെല്ലാം പിടിച്ചെടുക്കുന്നു. അവ ഒന്നിനു പുറകെ ഒന്നായി അടച്ചുപൂട്ടപ്പെടുന്നു. ഇതുമൂലം തൊഴിലില്ലായ്മ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബംഗ്ലാദേശിൽ സ്ഥിതിക്ക് യാതൊരുവിധ മെച്ചവുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കൂനിന്മേൽ കുരുപോലെ ഇപ്പോൾ ഹാദിയുടെ കൊലയാളികളെ കണ്ടെത്തിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭം തുടങ്ങുമെന്ന് ഈ ഇൻഗുലാബ് ഫോറം അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.